എന്ന് അവരോട് പറഞ്ഞു. പിന്നെ അവൻ അല്പം മുൻപോട്ട് ചെന്ന് കവിണ്ണു വീണു. പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീങ്ങിപ്പോകണമേ. എങ്കിലും ഞാൻ ഇച്ഛിക്കുന്നത് പോലെയല്ല, നീ ഇച്ഛിക്കും പോലെ ആകട്ടെ എന്ന് പ്രാർത്ഥിച്ചു. പിന്നെ അവൻ ശിഷ്യന്മാരുടെ അടുക്കൽ വന്നു. അവർ ഉറങ്ങുന്നത് കണ്ട് പത്രോസിനോട്, എന്നോട് കൂടെ ഒരു നാഴിക പോലും ഉണർന്നിരിപ്പാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ലയോ? പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പിൻ. ആത്മാവ് ഒരുക്കമുള്ളത്, ജഡമോ ബലഹീനമത്രേ എന്ന് പറഞ്ഞു. രണ്ടാമതും പോയി, പിതാവേ, ഞാൻ കുടിക്കാതെ അത് നീങ്ങിക്കൂടാ, എങ്കിൽ നിന്റെ ഇഷ്ടമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചു. അനന്തരം അവൻ വന്ന് അവർ കണ്ണിന് ഭാരമേറുകയാൽ പിന്നെയും ഉറങ്ങുന്നത് കണ്ടു. അവരെ വിട്ട് മൂന്നാമത് പോയി ആ വചനം തന്നെ ചൊല്ലി പ്രാർത്ഥിച്ചു. പിന്നെ ശിഷ്യന്മാരുടെ അടുക്കൽ വന്നു, ഇനി ഉറങ്ങി ആശ്വസിച്ചു കൊള്ളുവിൻ, നാഴിക അടുത്തു, മനുഷ്യപുത്രൻ പാപികളുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെടുന്നു. എഴുന്നേൽപ്പിൻ, നാം പോക, ഇതാ എന്നെ കാണിച്ചു കൊടുക്കുന്നവൻ അടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞു. ആമേൻ. കർത്താവായ ക്രിസ്തുവിനാൽ അനുഗ്രഹിക്കപ്പെടുന്നവരെ, ദുഃഖവെള്ളിയാഴ്ച എന്ന വിശുദ്ധ വെള്ളിയാഴ്ചയിലേക്ക് നാം ഇന്ന് പ്രവേശിച്ചു. ഈ ഒരു ദിനം കാണുവാനും ഈ ഒരു ദിനത്തിലേക്ക് ഭാഗമാകുവാനും കഴിഞ്ഞ 44 ദിനങ്ങൾ കൊണ്ട് പ്രാർത്ഥനയോടുകൂടി നാം ഒരുങ്ങി. വചനം കേൾക്കുവാനും വചനം വായിക്കുവാനും ധ്യാനിക്കൊക്കെ ദൈവം നമുക്ക് അവസരം നൽകി. ദുഃഖവെള്ളി എന്ന് പറയുന്നത് ലോകത്തിൽ തോറ്റുപോയവൻ്റെ, പരാജയപ്പെട്ടു പോയവൻ്റെ മരണത്തെക്കുറിച്ചുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ അല്ല. ഞാൻ തോറ്റുപോകാതിരിക്കുവാനായി എനിക്ക് വേണ്ടി മരിച്ച, എന്നെ വിജയത്തിലേക്ക് നയിക്കുവാൻ എനിക്ക് വേണ്ടി മരിച്ച ഒരുവൻ്റെ മരണത്തിൻ്റെ ഓർമ്മപ്പുതുക്കലാണ് വിശുദ്ധ വെള്ളി. ഞാൻ വീഴാതെ വണ്ണം എന്നെ ചേർത്ത് പിടിക്കുവാനും ഞാൻ ദൈവത്തോടൊപ്പം ചേർന്ന് ജീവിപ്പാനും അനന്തമാകുന്ന സ്നേഹത്തിൻ്റെ സാധ്യതകളെ വെളിപ്പെടുത്തി ക്രിസ്തുവിൽ കൂടെ എനിക്ക് നൽകപ്പെട്ട ആ കാൽവരിയുടെ രക്ഷ അനുഭവിക്കുന്ന ഒരു വാഗ്ദത്തമാണ് ദുഃഖവെള്ളിയാഴ്ച നമുക്ക് നൽകുന്ന സന്ദേശം. ക്രൂശിൻ്റെ സാധ്യതകളിലേക്ക് നാം ഒന്ന് തിരികെ നോക്കുകയാണെങ്കിൽ അവിടെ ഒന്നാമത് പഠിപ്പിക്കുന്നുണ്ട്, ക്രൂശിൻ്റെ അനന്തമായ സാധ്യതകൾ എന്ന് പറയുന്നത് അത് നിരപ്പിൻ്റെ ജീവിതം തന്നെയാണ്. അത് അനുരഞ്ജനത്തിൻ്റെ ജീവിതം. 3 കാര്യങ്ങളുടെ കൂടെ ഒന്ന് അനുരഞ്ജനപ്പെടേണ്ടതായിട്ടുണ്ട്: ദൈവത്തോടും, എന്നോടും, നിന്നോടും. ഈ 3 അനുരഞ്ജനം ക്രൂശിൽ സാധ്യമാക്കിയെടുക്കുവാനായിട്ട് നമുക്ക് ഒരുങ്ങാം. ക്രൂശ് നമ്മെ പഠിപ്പിക്കുന്നതും അതുതന്നെയാണ്. പരസ്പരം അനുരഞ്ജനത്തിൻ്റെ മനോഭാവത്തോടുകൂടെ പ്രവർത്തിക്കുവാനും ജീവിക്കുവാനും അത്രയാണ്. ക്രൂശിൻ്റെ സാധ്യതകളെ തിരിച്ചറിയുമ്പോൾ ക്രൂശിലേക്ക് കർത്താവിന് നയിച്ച ചില വ്യക്തിത്വങ്ങളെക്കുറിച്ച് നാം തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. അതിൽ പ്രധാനമായ ഒരു വ്യക്തിയാണ് യൂദ. യൂദ ആരാണെന്ന് നമുക്ക് വളരെ വ്യക്തമാണ്. കർത്താവിൻ്റെ ശിഷ്യഗണത്തിൽ ഉണ്ടായിരിക്കുമ്പോൾ തന്നെയും പണത്തിൻ്റെ പ്രതാപത്തിന് അടിമപ്പെട്ടു പോയി പണത്തിൻ്റെ പിന്നാലെ പണം മോഹിച്ച് ജീവിക്കപ്പെട്ട ഒരു മനുഷ്യനായിരുന്നു. പരിമള തൈലവുമായി കടന്നു വന്ന് ആ സ്ത്രീയെ നോക്കി 300 വെള്ളിക്കാശിലധികം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുവാൻ പാടില്ല എന്ന പണത്തിൻ്റെ ആഗ്രഹം പ്രകടിപ്പിച്ചവൻ. തുടർന്ന് മഹാപുരോഹിതന്മാരോടും ശാസ്ത്രിമാരോടും യേശുവിനെ ഒറ്റുകൊടുക്കുവാനായി 30 വെള്ളിക്കാശിന് വില പറഞ്ഞവൻ. ഇതൊക്കെ സ്വന്തമാക്കുമ്പോഴും യൂദ എന്ത് നേടി എന്ന് നാം സ്വയം ചോദിക്കേണ്ടതായിട്ടുണ്ട്. യൂദ നേടിയതായിട്ട് ഒന്നും തന്നെ ഇല്ല. യൂദ എന്ന ആ ഒരു പദത്തിന് അർത്ഥം സത്യതൽപനായിരിക്കുക എന്നതാണ്. സത്യതൽപനായിരിക്കേണ്ടവൻ നീചനായി മാറുന്ന ഒരു ദിവസമാണ് ദുഃഖവെള്ളി. പ്രിയമുള്ളവരെ, സത്യതൽപരതയിലേക്ക് നമുക്കൊന്ന് മടങ്ങി വരാം. നീചതയുടെ പ്രവൃത്തികൾ വിട്ടിങ്ങ് ക്രൂശിൻ്റെ മഹത്വം അനുഭവിക്കുവാൻ തക്കവിധം ഈ ദുഃഖവെള്ളിയാഴ്ച ദൈവം നമ്മെ സഹായിക്കട്ടെ. കർത്താവ് നമ്മെ തിരഞ്ഞെടുത്തത് കർത്താവിനെ മാറ്റി നിർത്തുവാനോ കർത്താവിനെ ഒറ്റക്കെടുക്കുവാനോ അല്ല, കർത്താവിനോടൊപ്പം ചേർന്ന് പോകുവാൻ. ഏതവസ്ഥയിലും കർത്താവിൻ്റെ ശരീരത്തോടൊപ്പം ചേർന്ന് നിൽക്കുവാൻ അത്രയാണ്. ആ ഒരു ക്രൂശിൻ്റെ മഹത്വത്തിലേക്ക് ഞാൻ നിങ്ങളെ ഒരുമിച്ച് യാത്ര ചെയ്യുമ്പോൾ തിരിച്ചറിയാം, തിരിച്ചു വരാം, മടങ്ങി വരാം നീതിയുക്തമായ പ്രവർത്തനത്തിലേക്ക്. അതിന് ദൈവത്തിൻ്റെ ആത്മാവിനാൽ നമ്മെ സഹായിക്കട്ടെ. ആമേ. തലക വണങ്ങാം. ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ സഭാ പ്രസിഡന്റ് നമ്മെ പ്രാർത്ഥിക്കാം. ക്രൂസിലൂടെ ഞങ്ങളെ സ്നേഹിച്ച ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, കർത്താവെ, ചാമ്പൽ ബുധൻ തുടങ്ങി കർത്താവെ ഈ ഒരു നോമ്പ് കാലത്തിൻ്റെ
അവസാന മണിക്കൂറുകളിലേക്ക് ഞങ്ങൾ കടന്നുകൊണ്ടിരിക്കുമ്പോൾ കർത്താവേ, ഇതിൽ ഭാഗവാക്കാകുന്ന ഓരോ വ്യക്തി ജീവിതത്തിന്മേലും ദൈവകൃപയെ പകരുമാറാകണമേ അപ്പ. ഞങ്ങൾ പുറമേ കാണിക്കുന്ന ഒരു മോടിക്കല്ല, ഞങ്ങളുടെ ഹൃദയങ്ങളിൽ അവയെ ഉൾക്കൊണ്ടുകൊണ്ട് വചനപ്രകാരം ജീവിപ്പാൻ, വചനത്തിൽ അധിഷ്ഠിതമായ ജീവിതം നയിപ്പാൻ, ക്രിസ്തു കാട്ടിയ പാതയിലൂടെ സഹനത്തിൻ്റെ, സ്നേഹത്തിൻ്റെ, വിനയത്തിൻ്റെ, കർത്താവേ, ക്രൂശിലെ മരണത്തോളം ഞങ്ങൾക്ക് വേണ്ടി സഹിച്ച ആ മേന്മയെ കണ്ട് ദൈവസന്നിധിയിൽ ഞങ്ങളെ തന്നെ മുട്ടുകളെ മടക്കുവാൻ, ഞങ്ങൾ സ്വയം അഹങ്കരിച്ച് ദൈവസന്നിധിയിൽ നിന്ന് മാറിപ്പോകാതെ ജീവിപ്പാൻ ദൈവം ഈ നാളുകളിൽ ഞങ്ങളെ ഒരുക്കുന്നതിനായി സ്തോത്രം. കർത്താവെ, ഈ നോമ്പിൻ്റെ നാൾ തുടങ്ങി ഈ സമയം വരെയും ദൈവാലയവും ദൈവവചനവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന, പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ പുരോഹിതനെ അവിടുത്തെ കരങ്ങളിൽ തരുന്നു. അവിടെ നിന്ന് കാത്തുകൊള്ളണമേ അപ്പം. തൻ്റെ ശുശ്രൂഷ ദൈവം തന്നെ ഏൽപ്പിച്ച ആ ദൗത്യം അത് പൂർണ്ണതയോട് നിറവേറ്റുവാൻ തക്കവണ്ണം ദൈവം സഹായിക്കണമേ എന്ന് യാചിക്കുന്നു. യേശുവേ, ഞങ്ങൾ വീണ്ടും വീണ്ടും അവിടുത്തെ ക്രൂശിക്കുന്നവരായിട്ടല്ല, അവിടുത്തെ മാറുപിളക്കുന്ന കുന്തം കൊണ്ട് കുത്തുന്നവരായിട്ടല്ല, മുൾക്കിരീടത്താൽ അവിടുത്തെ ശിരസിൽ ഞങ്ങൾ തറയ്ക്കുന്നവരായിട്ടല്ല, അവിടുത്തെ മുഖത്ത് തുപ്പുകയും മുഷ്ടി ചുരുട്ടി കുത്തുകയും ചെയ്യുന്നവരായിട്ടല്ല. കർത്താവേ, ഞങ്ങൾ ഞങ്ങളുടെ സകല പാപങ്ങളെയും, ഞാനെന്ന അഹങ്കാരത്തെയും ആ കാൽവരി കുരിശിൻ്റെ ചുവട്ടിൽ ഇറക്കി വെച്ച്, കർത്താവേ, ഞാൻ ഏതുമില്ലാത്തവനാണ്, അവിടുന്ന് എന്നെ കാത്തുകൊള്ളണമെന്നുള്ള പ്രാർത്ഥനയോടെ ആ പരിശുദ്ധ പാദപീഠത്തിൽ അഭയം തേടി കർത്താവിൻ്റെ സന്നിധിയിൽ ഞങ്ങൾക്ക്, കർത്താവെ, നന്ദിയുള്ള മക്കളായി ജീവിപ്പാൻ ഞങ്ങളുടെ തിരുസഭയെയും ഈ ദേശത്തെയും ഈ ഭവനത്തിലെ ഓരോ മക്കളെയും കടന്നു വന്ന ഞങ്ങളെല്ലാവരെയും ഒരുപോലെ അനുഗ്രഹിച്ച് കാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ കടന്നു പോകേണ്ടുന്ന വഴികളിൽ എൻ്റെ കർത്താവിൻ്റെ ദൂതഗണങ്ങളാൽ ഞങ്ങളുടെ പാതകളെ, കർത്താവെ, എല്ലാ ദുർഘടവും മാറ്റി അനുഗ്രഹിക്കണം. യേശുവിൻ നാമത്തിൽ യാചിക്കുന്നു. ദേ തോന്നി കേൾക്കണം സ്വർഗീയ പിതാവേ, ആമേൻ. ഞങ്ങളുടെ പിതാവേ, തിരുനാമം ശുദ്ധീകരിക്കപ്പെടണമേ, തിരുരാജ്യം വരണമേ, തിരുവേഷ്ടം സുഖത്തെ പോലെ ഭൂമിയിലുമാകണമേ, ദിവസമുള്ള ആഹാരം തരണമേ, ഞങ്ങളുടെ പരീക്ഷ കെടുത്താതെ സകലദോഷത്തിന് വിടുവിക്കണമേ, രാജ്യം ശക്തിയും മഹത്വം എന്നേക്കും അങ്ങേക്കുള്ളല്ലോ. നമുക്ക് നിൽക്കാം. കർത്താവിൻ്റെ ആശീർവാദം വിശ്വാസത്തോടെ കൂടി സ്വീകരിക്കാം. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപ, പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം, പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മ നിങ്ങളോടും ഈ ദേശത്തോടും കുരിശിൻ്റെ യാത്രയിൽ ഒന്നാമത്തെ ക്രമീകരണം ചെയ്ത ഈ ഭവനത്തോടും പ്രിയപ്പെട്ടവരോടും ഈ ശുശ്രൂഷയിൽ ഭാഗമാകുന്ന ഞങ്ങളോടും ഞങ്ങളെ സ്വീകരിപ്പാനായിട്ടൊരുങ്ങുന്ന ദേശത്തോടും കുടുംബങ്ങളോടും അനുഗ്രഹാശീർവാദമായി ദൈവത്തിൻ്റെ കൃപ എപ്പോഴും കൂടെ ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. തുടർന്ന്